ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നെങ്കിൽ ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി. അത് സ്പൈസി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നോർമൽ ചപ്പാത്തി, പരാഠ, റൈസിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ്. അത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പാനിലേക്ക് നമുക്കാണെങ്കിൽ കറുവാപ്പട്ട, തക്കോലം, ജാതിപത്രി, 5 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, പിന്നെ ഒരു 7 ഉണക്കമുളക്. ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഡ്രൈ റോസ്റ്റാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. മസാലയൊക്കെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നല്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് മിക്സായി നന്നായിട്ടൊന്ന് മണമൊക്കെ വന്ന് സ്മെല്ലായി വരുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ 1 ടീസ്പൂൺ ഖസ്ഖസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകി ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഈ നന്നായിട്ടൊരു ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. ഇതെല്ലാം ആയി കഴിയുമ്പം 2 ബേ ലീവ്സും കൂടെ നമുക്കിതുപോലെ പൊട്ടിച്ച് ഒന്നും ഇട്ട് കൊടുക്കാം. ഈ ചൂട് തന്നെ കടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ നേരങ്ങൾ നമുക്ക് വേറൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് വലിയൊരു തവി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 4 സവാള നീളനെ അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോത്തയായി വരാൻ പെട്ടെന്ന് സോത്തയായി വരാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് അതിനകത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ സവാള നമ്മുടെ. അപ്പോൾ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക്, ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ സവാള വെള്ളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വഴണ്ട് വരാൻ ഇച്ചിരി ലേറ്റ് ആകും കേട്ടോ. ഇച്ചിരി അധികം സമയം നമുക്കെടുക്കും. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, അതും കൂടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 പച്ചമുളക് നമുക്ക് നടുകെ കീറി അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയും. ഇതൊക്കെ ഒന്ന് വഴണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ആ നേരം കൊണ്ട് നമ്മൾ മസാല ആദ്യം റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സി ജാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈൻ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് അരയണേ, നന്നായിട്ട് അരച്ച് വേണം എടുക്കാനായിട്ട്. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പാകത്തിനാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ ഇവിടെ വെന്ത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ തക്കാളിയൊക്കെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെക്കാം. തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ തക്കാളിയൊക്കെ ഒന്നും. അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കാണെങ്കിൽ തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് അടച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കകത്ത് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം സ്പൈസി കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അതിൻ്റെ ആവശ്യം വരത്തില്ല. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഒത്തിരി മസാലയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതിനതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. പിന്നെ കൂടുതൽ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇനി ഞാനാണെങ്കിൽ 1 കിലോ ചിക്കൻ ഞാനാണെങ്കിൽ കഴുകി നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് അടച്ച് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് വെന്ത് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏത് സാധനമാണെങ്കിലും ചിക്കനോ മട്ടനോ നമ്മൾ ബീഫോ എന്താണെങ്കിലും നമ്മളിതുപോലെ ചെയ്യണം. എണ്ണയ്ക്കകത്തും മസാലക്കകത്ത് കടന്നൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലോ. അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്ക്. അപ്പോൾ ഇത് അടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നില്ല, തൊട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിന് ഒത്തിരി ഗ്രേവി വേണ്ട. ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകത്തിനായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒത്തിരി ഗ്രേവി വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ടോട്ടൽ ഞാൻ 2 ടീസ്പൂൺ ഉപ്പായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ആദ്യം സവാള വേണ്ടപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് വെള്ളം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം 1/2 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കണം. ടോട്ടൽ നമുക്ക് 1 കപ്പ് വെള്ളം ഞാനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് ഒരു 20 മിനിറ്റത്തേക്ക് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ടോട്ടൽ നമുക്ക് 30 മിനിറ്റ് 30 മിനിറ്റിൻ്റെ ആവശ്യം പിടിക്കും.
ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ 30 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചിക്കനൊക്കെ വെന്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് വിതറി നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടിട്ട് നമ്മൾ ഈ ഒരു 20 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പാകത്തിനുണ്ട്. ഇത്രയും ഗ്രേവി ഇരിക്കട്ടെ കേട്ടോ. തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ചിക്കൻ കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.